അല്ല, അതൊന്നും നമുക്ക് സംസാരിക്കാനുള്ള സമയമായിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ വാക്ക് പറഞ്ഞതല്ലേ. UDF തിളക്കമാർന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം, തിളക്കമാർന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോകും. ഉറപ്പായിട്ട് പോകും. അത് വാക്കല്ലേ, ഞാൻ കേരളത്തിലെ ജനങ്ങളോടുകൂടി പറഞ്ഞേക്കണ വാക്കാണ്. നിങ്ങളെ കണ്ടിട്ടേ പോകുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പത്രസമ്മേളനം നടത്തി പോകുള്ളൂ, ലാസ്റ്റ് പിന്നെ കാണില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായ എൻ്റെ കോൺഫിഡൻസ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് ടീം UDF ആണ്. എൻ്റെ കോൺഫിഡൻസ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ, ജനങ്ങൾ, ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി UDF അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ ആ പ്രതീക്ഷകളെ സാഫല്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കിലാണ് ഞങ്ങൾ. എവിടെയെല്ലാം LDF പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഞങ്ങൾ വിജയിക്കും എന്നുള്ള കോൺഫിഡൻസ്. സമ്പദ് വ്യവസ്ഥ അവർ തകർത്തു, അത് ഞങ്ങൾ നേരെയാക്കാനുള്ള ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിനകം കേരളം ഉദിച്ചു ചേരും. 2 ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, പട്ടികജാതി പട്ടിക വികസന രംഗത്ത്, തീരപ്രദേശത്തിൻ്റെ സങ്കടങ്ങളുടെ കാര്യത്തിൽ, പശ്ചിമഘട്ട മലനിരകളിലെ കർഷകരുടെ കാര്യത്തിൽ, കാർഷിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ബദൽ പദ്ധതികൾ, കേരളത്തിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന, എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്ന, അടിസ്ഥാനപരമായ മാറ്റം ഈ സംസ്ഥാനത്തിനുണ്ടാകുന്നു. സംസ്ഥാനത്തെ കുതിച്ചുചാട്ടത്തിന് പ്രേരണയാകുന്ന ഒരു കാര്യം ഞങ്ങൾ ജനുവരിയിൽ അവതരിപ്പിക്കും. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം. അതിൻ്റെ ഹോംവർക്ക് UDF തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. നന്നായി ചെയ്തു പോകുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിലും ആളുകളെ. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വിശദീകരിച്ച എല്ലാ കുറ്റപത്രവും പറയായിരുന്നുകൊണ്ടാണ്. ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. അത് ശബരിമല ഭക്തരെ മാത്രമല്ല, മൊത്തം ജനങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ചു. കാരണം 2 മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 മുതിർന്ന നേതാക്കൾ, 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു ഗവൺമെൻറ്. തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. BJP അതിൽ നിന്ന് ഒളിച്ചോടി. ഇവർ തമ്മിലുള്ള അവിഹിതമായ ബന്ധം കൊണ്ടാണ് BJP അതിൽ നിന്ന് ഒളിച്ചോടിയത്. ശബരിമല വിഷയം അവർ ഉയർത്താതെ, ശബരിമല ഒരു വിഷയമല്ലെന്നാണ് BJP നേതാക്കൾ പറഞ്ഞത്. ഒരു വിഷയമല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ വിഷയമാണെന്ന് പറഞ്ഞു. വിഷയമായിരുന്നു, ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞു. ആ വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം CPM-ൻ്റെ നേതൃത്വത്തിൽ നടന്നു. അതുകൊണ്ടാണ് ഞാൻ SIT-യുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് പറഞ്ഞത്. ഇലക്ഷൻ വരെ ചില ആളുകളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റൊക്കെ മാറ്റിവെക്കാൻ വേണ്ടി. കാരണം ഇലക്ഷനിൽ വീണ്ടും ആ വിഷയം വരരുത് എന്ന് കരുതിയിട്ട്. അതൊക്കെ അത് നമ്മൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഞങ്ങൾ ഇതുവരെ SIT-യുടെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം അവർ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ മീതെ വലിയ സമ്മർദ്ദമുണ്ട്. അത് കോടതി ശ്രദ്ധിക്കും. കോടതി അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കും. ഇത് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ എങ്ങോട്ടാണിത് പോകുന്നതെന്ന് അറിയാമല്ലോ. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ പറയാം. തീർച്ചയായിട്ടും സർക്കാർ വികസനം പറയുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ക്ഷേമ പ്രഖ്യാപനങ്ങളിലായിരുന്നു, ക്ഷേമപെൻഷൻ അടക്കമുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ജനങ്ങളുടെ വോട്ട് കിട്ടാൻ പറ്റുമെന്നുള്ള ഇല്ല, അതങ്ങനെയല്ല. അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളോട്. അതായത് ഉദാഹരണത്തിന് 2021 പറഞ്ഞു 1600 രൂപയുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2500 ആക്കുന്നു. അപ്പോൾ 900 രൂപ കൂടുതൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ അവർക്ക് വോട്ട് ചെയ്തു. പക്ഷെ അവർ 4.5 കൊല്ലം 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അപ്പോൾ കബളിപ്പിക്കുകയാണ് ചെയ്ത് ജനങ്ങളെ. 4.5 കൊല്ലം ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ 900 രൂപ കൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പൈസ കൂട്ടിയില്ല. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച 400 രൂപ കൂട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചല്ലോ. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ നിങ്ങൾ വെല്ലുവിളിക്കരുതെന്ന് പറഞ്ഞു. അവരെ കളിയാക്കുന്നതിന് തുല്യമായിരുന്നു. ഇത് ഇലക്ഷൻ്റെ തലയാഴ്ച. അതുവരെ എവിടെയാണ് ഇവർ ജനങ്ങളെ പറ്റി മറന്നുപോയോ? ഇലക്ഷൻ വരും, ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരും.
അത് കഴിഞ്ഞാൽ പിന്നെ അസംബ്ലി ഇലക്ഷൻ വരും എന്ന് ഓർത്തപ്പോഴാണ് ഇവർ ജനങ്ങളെ ചിന്തിച്ചത്. അവർ കൊടുത്ത വാക്കിനെ പറ്റി അവർ ആലോചിച്ചത്. അതല്ലേ പ്രശ്നം.